സ്വാഗതം. ഒരു ചെറിയ ടൈപ്പിംഗ് പിശക്ക്. അത് കാരണം ഒരു കോടതി കേസ് ഏതാണ്ട് 2 വർഷം വൈകുകയോ? അതുമൊരു ചെക്ക് ബൗൺസ് കേസിൽ. വിശ്വസിക്കാൻ പ്രയാസമല്ലേ? അതെ. ഇന്ന് നമ്മൾ നോക്കുന്നത് അങ്ങനത്തെ ഒരു കേസാണ്. സുപ്രീം കോടതിയുടെ ബൻസാൽ മിൽക്ക് ചില്ലിംഗ് സെന്റർ വേഴ്സസ് റാണ മിൽക്ക് ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കേസ്. ശരിയാണ്. ഇതിലെ വിധി ശരിക്കും ഒരു ചോദ്യം ഉയർത്തുന്നുണ്ട്. അതായത്, ഈ നിയമ നടപടികൾ നീതിക്ക് വേണ്ടിയാണോ അതോ ചിലപ്പോ നീതിക്ക് തടസ്സമാവുകയാണോ? കൃത്യം. അപ്പോ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാമല്ലേ? തീർച്ചയായും. അപ്പോ എന്താണ് ശരിക്കും ഈ കേസിന്റെ ഒരു അടിസ്ഥാനം? റാണ മിൽക്ക് ഫുഡ് അവര് ബൻസാൽ മിൽക്ക് ചില്ലിംഗ് സെന്ററിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി. അതെ, പാലുൽപ്പന്നങ്ങൾ. അതിന് കൊടുത്തത് 14 ലക്ഷം രൂപയുടെ 3 ചെക്കുകൾ. പക്ഷേ ആ ചെക്കുകൾ മടങ്ങി. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അതെ, പരാതി കൊടുത്തു. പക്ഷെ പരാതിയിൽ ആദ്യം എഴുതിയത് ദേശി ഘീ, അതായത് നെയ്യ് വാങ്ങിയെന്നായിരുന്നു. ശരിയാണ്. പക്ഷേ പിന്നീട് പരാതിക്കാർ തന്നെ ഒരു അപേക്ഷ കൊടുത്തു. ഈ ദേശി ഘീ എന്നത് മാറ്റി വെറും പാൽ എന്നാക്കണം. ഒരു തിരുത്തൽ. അതെ, അവരുടെ വാദം അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു എന്നാണ്. ഓ, അത് സ്വാഭാവികമായി തോന്നാമല്ലോ. തോന്നും. പക്ഷേ പ്രതിഭാഗം, അതായത് ബൻസാൽ മിൽക്ക്, ഇതിനെ ഭയങ്കരമായി എതിർത്തു. എന്തായിരുന്നു അവരുടെ പ്രധാന വാദം? ഒന്ന്, കോടതി കേസ് ഏറ്റെടുത്ത ശേഷം, നിയമപരമായി പറഞ്ഞാൽ കോഗ്നിസൻസ് എടുത്ത ശേഷം, ഇങ്ങനെ പരാതിയിൽ മാറ്റം വരുത്താൻ പറ്റില്ല. പ്രൊസീജിയർ പ്രകാരം പറ്റില്ലെന്ന്. അതെ. 2, ഈ മാറ്റം വരുത്തിയാൽ കേസിന്റെ സ്വഭാവം തന്നെ മാറും. നെയ്യ് വാങ്ങിയ കേസല്ല, പാല് വാങ്ങിയ കേസ്. വെറുമൊരു വാക്കിലെ മാറ്റം കേസിന്റെ സ്വഭാവം മാറ്റുമോ? അതെങ്ങനെയാണ്? അവിടെയാണ് അവരുടെ മൂന്നാമത്തെ പോയിന്റ്. ഒരുപക്ഷെ ഈ GST നികുതിയുമായി ബന്ധപ്പെട്ട എന്തോ കാര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ നെയ്യിനെ പാലാക്കുന്നത് എന്നൊരു സംശയം. ഓഹോ, അങ്ങനെയും ഒരു ആംഗിൾ ഉണ്ടോ? അതെ. അതായത്, ഇടപാടിന്റെ സ്വഭാവം മാറ്റിക്കാണിക്കാനുള്ള ശ്രമം. അപ്പോ ആ ഒരു ചെറിയ തിരുത്തൽ അപേക്ഷ ഒരു വലിയ നിയമയുദ്ധമായി മാറി. ശരിയാണ്. ഒരു വാക്കിൽ ഇത്രയധികം കാര്യങ്ങൾ. അപ്പോ വിചാരണ കോടതി എന്തു പറഞ്ഞു? വിചാരണ കോടതി ഈ തിരുത്തൽ അനുവദിച്ചു. ഓക്കെ. അവരുടെ ഒരു കണ്ടെത്തൽ ലളിതമായിരുന്നു. ഇത് കേസിന്റെ വളരെ തുടക്കമാണ്. പരാതിക്കാരനെ ക്രോസ് വിസ്താരം പോലും തുടങ്ങിയിട്ടില്ല. ശരി. പിന്നെ ഇതൊരു ടൈപ്പിംഗ് പിശക് പോലെ തോന്നുന്നുമുണ്ട്. അതുകൊണ്ട് പ്രതിക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും, ലീഗൽ പ്രജുഡിസ് സംഭവിക്കില്ല. അതുകൊണ്ട് തിരുത്താം. യുക്തിസഹമായി തോന്നുന്നു. പക്ഷെ ഹൈക്കോടതി ഇടപെട്ടുവെന്ന് കേട്ടല്ലോ. അതെ. പ്രതിഭാഗം ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി വിചാരണാ കോടതിയുടെ ആ ഉത്തരവ് റദ്ദാക്കി. റദ്ദാക്കിയോ? എന്തായിരുന്നു ഹൈക്കോടതിയുടെ കാരണം? ഹൈക്കോടതിയുടെ കാഴ്ചപ്പാട് കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നു. ഇത് വെറുമൊരു ടൈപ്പിംഗ് പിശകായിട്ട് അവർ കണ്ടില്ല. ഓക്കെ. ഇത് കേസിന്റെ ഗതിയെ തന്നെ മാറ്റാൻ സാധ്യതയുണ്ട്. പിന്നെ ആ GST വിഷയത്തില് കഴമ്പുണ്ട് എന്നും ഹൈക്കോടതിക്ക് തോന്നി. അപ്പൊ ഹൈക്കോടതി കുറച്ചും കൂടി ഗൗരവമായിട്ടാണ് ഇതിനെ കണ്ടത്. അതെ. അവിടെയാണ് ശരിക്കും ആ നിയമപ്രശ്നം വരുന്നത്. ഒരു ക്രിമിനൽ കേസിൽ കോടതി കോഗ്നിസൻസ് എടുത്ത ശേഷം, അതായത് പോസ്റ്റ് കോഗ്നിസൻസ്, പരാതിയിൽ തിരുത്തൽ വരുത്താൻ പറ്റുമോ? നിയമം എന്തു പറയുന്നു? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഒരുപാട് കേസുകളെ ബാധിക്കാം. സുപ്രീം കോടതി എങ്ങനെയാണ് ഇതിനെ സമീപിച്ചത്? സുപ്രീം കോടതി പഴയ കേസുകളൊക്കെ പരിശോധിച്ചു. SR സുകുമാർ കേസ്, പിന്നെ UP പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കേസ്, അതൊക്കെ നോക്കി. എന്നിട്ടൊരു തത്വം വ്യക്തമാക്കി. അതായത്, പരാതിയിലുള്ള പിഴവ് അതൊരു ക്യൂറബിൾ ലീഗൽ ഇൻഫോർമിറ്റിയാണെങ്കിൽ. ക്യൂറബിൾ ലീഗൽ ഇൻഫോർമിറ്റി അതായത് പരിഹരിക്കാൻ പറ്റുന്ന, തിരുത്താൻ കഴിയുന്ന ഒരു നിയമപരമായ കുറവ്. വലിയൊരു അടിസ്ഥാന പ്രശ്നമല്ല, ഒരു നടപടിക്രമത്തിലെ പിഴവ് പോലെ. ശരി. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ തിരുത്തൽ കൊണ്ട് പ്രതിക്ക് ദോഷമൊന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ, ക്രിമിനൽ നടപടിച്ചട്ടത്തില് അതിന് പ്രത്യേക വിലക്കൊന്നുമില്ലെങ്കിൽ, കോടതിക്കത് അനുവദിക്കാം. കോഗ്നിസൻസ് എടുത്ത ശേഷവും? അതെ, കോഗ്നിസൻസ് എടുത്ത ശേഷവും അനുവദിക്കാം. അതാണ് പ്രധാനം. ഓക്കെ. അപ്പോ ഏറ്റവും പ്രധാനം പ്രതിക്ക് ദോഷം സംഭവിക്കുന്നില്ല എന്നതാണല്ലേ? നോ പ്രജുഡസ്. ഈ കേസിൽ നെയ്യ് മാറി പാലാകുന്നത് എങ്ങനെ പ്രതിക്ക് ദോഷകരമല്ലാതാവും? സുപ്രീം കോടതി പറഞ്ഞതിതാണ്. കേസ് ഇപ്പോഴും പ്രാഥമിക ഘട്ടത്തിലാണ്. പ്രതിക്ക് അവരുടെ ഭാഗം പറയാനും തെളിവ് കൊടുക്കാനും ഒക്കെയുള്ള എല്ലാ അവസരവും ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. ശരിയാണ്. യഥാർത്ഥത്തിൽ നെയ്യാണോ പാലാണോ കൈമാറിയത് എന്നതൊക്കെ വിചാരണയിൽ തെളിയേണ്ട കാര്യമാണ്. പരാതിയിൽ ഈ ഒരു വാക്ക് മാറ്റുന്നതുകൊണ്ട് പ്രതിക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവിന്, എബിലിറ്റി ടു ഡിഫെൻഡ്, ഒരു കൂട്ടവും തട്ടുന്നില്ല. അതുകൊണ്ട് പ്രജുഡിസ് ഇല്ല. നമ്മൾ CRPCയുടെ കാര്യം പറഞ്ഞല്ലോ.
അതിൽ തന്നെ കുറ്റപത്രത്തിൽ ചാർജിൽ മാറ്റം വരുത്താൻ വകുപ്പില്ലേ, സെക്ഷൻ 216, 217 ഒക്കെ? തീർച്ചയായും അത് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. CRPC 216, 217 അനുസരിച്ച് വിചാരണയുടെ ഏത് ഘട്ടത്തിലും കോടതിക്ക് ചാർജിൽ മാറ്റം വരുത്താം. അവിടെയും ശ്രദ്ധിക്കുന്നതെന്താണ്? പ്രതിക്ക് അന്യായമായി ദോഷം വരരുത്. വേണമെങ്കിൽ സാക്ഷികളെ വീണ്ടും വിസ്തരിക്കാൻ പ്രതിഭാഗത്തിന് അവസരം കൊടുക്കണം. അതേ തത്വം ഇവിടെയും ബാധകമാക്കാം എന്നാണ് കോടതി പറഞ്ഞത്. വളരെ വ്യക്തമായി. പിന്നെ ഹൈക്കോടതി ശ്രദ്ധ കേന്ദ്രീകരിച്ച ആ GST വിഷയം, അതിനെപ്പറ്റി സുപ്രീം കോടതി എന്തു പറഞ്ഞു? സുപ്രീം കോടതി പറഞ്ഞു, GST വെട്ടിപ്പ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കേണ്ടത് ടാക്സ് ഡിപ്പാർട്ട്മെന്റാണ്. അതൊരു ക്രിമിനൽ കോടതിയുടെ അതുമൊരു ചെക്ക് കേസ് പരിഗണിക്കുമ്പോൾ പരാതിയിലെ തിരുത്തൽ അനുവദിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ളൊരു ഘടകമായി കാണേണ്ട കാര്യമില്ല. ശരി. ഈ തിരുത്തൽ കൊണ്ട് കേസിന്റെ അടിസ്ഥാന സ്വഭാവം, അതായത് ചെക്ക് മടങ്ങിയെന്നുള്ള ആ വിഷയം, അത് മാറുന്നില്ല എന്നും കോടതി നിരീക്ഷിച്ചു. അപ്പൊ ഫൈനൽ വിധി എന്തായിരുന്നു? സുപ്രീം കോടതി ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കി വിചാരണ കോടതിയുടെ തീരുമാനം, അതായത് തിരുത്തൽ അനുവദിച്ചത് ശരിവച്ചു. ആശ്വാസമായി കാണും പരാതിക്കാർക്ക്. തീർച്ചയായും. കേസ് വേഗത്തിൽ തീർപ്പാക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഏകദേശം 2 വർഷമാണല്ലോ ഈയൊരു വിഷയത്തിൽ പോയത്. അതെ. അപ്പോ ഇതിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നവർ മനസ്സിലാക്കേണ്ട പ്രധാന പാഠം എന്താണ്? എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നിയമ നടപടികൾ നീതി നടപ്പാക്കാനുള്ളൊരു ഉപകരണം മാത്രമാണ്, അല്ലാതെ നീതിക്ക് തടസ്സമാകരുത്. ചെറിയ പിഴവുകൾ, തിരുത്താൻ പറ്റുന്ന പിഴവുകൾ, പ്രതിക്ക് കാര്യമായ ദോഷമുണ്ടാക്കാത്ത പിഴവുകൾ, അതിന്റെ പേരിൽ നീതി വൈകുന്നത് ശരിയല്ല. ആ പ്രശസ്തമായ വാചകം പോലെ, നടപടിക്രമങ്ങൾ നീതിയുടെ ദാസിയാണ്, യജമാനനല്ല. വളരെ ശരിയാണ്. നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി ബാക്കിവയ്ക്കാം. ഈ നിയമ നടപടികളിലെ കൃത്യതയും അതേസമയം നീതി വൈകരുതെന്ന തത്വവും തമ്മിലൊരു ബാലൻസ് വേണം, അല്ലേ? അതെ. ഒരു ടൈപ്പിംഗ് പിശക് എന്ന ലളിതമായി തോന്നുന്നൊരു കാര്യത്തിനു പോലും എത്ര വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകാം, എത്ര കാലത്ത് നിയമപോരാട്ടമുണ്ടാവാം എന്നീ കേസ് കാണിക്കുന്നു. എപ്പോഴാണ് ഒരു പിഴവ് കേവലം ഒരു സാങ്കേതിക പ്രശ്നം മാത്രമാകുന്നത്? എപ്പോഴാണ് അത് കേസിന്റെ മർമ്മത്തെ തന്നെ ബാധിക്കുന്നത്? ഈ ഒരു വേർതിരിവ്, അതിനെക്കുറിച്ച് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ.